നാം എല്ലാവരും ഒരു ഒരുക്കത്തിലാണ്, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നിറയാനുള്ള ഒരുക്കത്തിലാണ്. തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട്. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറയുന്ന കാണാവോ? കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട് സാർ. ക്ലിയർ ആണ്. കേൾക്കാമോ? നമുക്ക് ഈ കാത്തിരിപ്പിന്റെ അവസരത്തിലും നമ്മിൽ മാമോദീസായിലൂടെയും മറ്റു കൂദാശകളിലൂടെയൊക്കെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജ്വലിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത്. നമുക്കറിയാമല്ലോ, ആദിമ ജലത്തിന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവ് അന്ധകാരത്തില് ഒരു പ്രകൃതിയോ ആകൃതിയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു പ്രകൃതിയുടെ മേല് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പെട്ടെന്ന് പ്രകാശമാകുന്നു, ക്രമമാകുന്നു, എല്ലാം ഭംഗിയായി മാറുന്നു. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാണ്. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ക്രമം ഉണ്ടാകുകയാണ്. എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എല്ലാം നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഇതെല്ലാം കൗതാശികമായി നമ്മൾ ആരംഭിക്കുന്നത് മാമോദീസായിലൂടെയാണ്. എന്നാൽ കത്തോലിക്കാ സഭയുടെ വേദപാഠ പുസ്തകം പറയുന്നത് പോലെ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരായ നാം വ്യക്തിപരമായിട്ട് ഒരുങ്ങി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പത്രോസ്ലീഹായോട് അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗത്തിന്റെ അവസരത്തിൽ ആൾക്കാർ ചോദിച്ചു, എങ്ങനെ ഈ ആത്മാവിനെ ഞങ്ങൾക്ക് കിട്ടും? ഉടനെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക, നിങ്ങൾ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കുക, പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ തീർച്ചയായും എഴുന്നള്ളി വരും. നമുക്കും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്, പിതാവിനെ പോലെ തന്നെ ദൈവം, പുത്രനായ യേശുക്രിസ്തുവിനെ പോലെ തന്നെ ദൈവമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പ്രത്യേകതകള്, ഫലങ്ങള്, ദാനങ്ങള്, വരങ്ങള് നമ്മുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധമായൊരു ജീവിതമാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് പറ്റുകയില്ല, ദൈവാനുഗ്രഹം കാണാനായിട്ട് പറ്റുകയില്ല. അപ്പൊ ഈ ദിവസങ്ങളിൽ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധീകരിക്കാനായിട്ട് യേശുക്രിസ്തു പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട മാർഗമാണ് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാനായിട്ട് പറ്റും. വിശുദ്ധി എന്ന വൃക്ഷത്തെ അറിയാനുള്ള മാർഗം നമ്മുടെ ജീവിതം പുറപ്പെടുവിക്കുന്ന ഫലങ്ങളാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. ഗലാത്യർ 5 നാം ആ കാര്യം വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്കറിയാം: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയെല്ലാമാണ്. ഈ ഫലങ്ങളൊക്കെ ഈ നാളുകളിൽ, ഈ ഒരുക്കത്തിലെ നാളുകളിൽ എനിക്ക് എന്തുമാത്രം വർദ്ധിപ്പിക്കാനായിട്ട് പറ്റി, സ്നേഹത്തിൽ എന്തുമാത്രം വളരാനായിട്ട് പറ്റി, എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തെയും ഓർത്ത് എനിക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റുന്നുണ്ടോ, സന്തോഷത്തോടെ ആനന്ദത്തോടെ അവയെ കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ സമാധാനമുള്ള ഒരു വ്യക്തിയാണോ, എന്തൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും റോമായിട്ട് 28 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവവചനം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ദൈവവചനമാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയായിട്ട് മാറും. ഇതാണ് സമാധാനത്തിന്റെ അടിസ്ഥാന തത്വമായിട്ട് നിൽക്കുന്നത്. ദൈവം എനിക്കെല്ലാം നന്മയായിട്ട് മാറും. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമുക്ക് ക്ഷമിക്കാനായിട്ട് എളുപ്പമാണ്, ദൈവയോടുകൂടി പെരുമാറാനായിട്ട് എളുപ്പമാണ്, മറ്റുള്ളവർ നന്മ കാണാനായിട്ട് പറ്റും, നമുക്ക് വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, നമുക്ക് വിശ്വാസത്തിൽ വളരാനായിട്ട് പറ്റും, സൗമ്യതയുണ്ടാകും, ആത്മസംയമനം ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് ഈ ഫലങ്ങളിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് യേശുക്രിസ്തുവുമായിട്ട് നമുക്ക് ഐക്യപ്പെടുവാനും യേശുക്രിസ്തുവിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കും. ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ തീർച്ചയായിട്ടും നാം പലതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആണ്. നമുക്ക് ഈ രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മുറി അലങ്കരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഈ ഫലങ്ങളാൽ അലങ്കരിച്ച് നമുക്ക് ഒരുങ്ങാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ ഒരുക്കത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് പരിശുദ്ധാത്മാവ് തരുന്ന മറ്റൊരു അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. അതായത് ജ്ഞാനം, ബുദ്ധിസാമർഥ്യം, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭക്തി, ദൈവഭയം, ഇവയൊക്കെയാണ്. ഇതിൽ ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുന്നതല്ല, ചെറിയ പാപങ്ങളെ പോലും നാം ഭയപ്പെടുന്നു, ചെറിയ പാപം ചെയ്യാൻ പോലും നാം ഭയപ്പെടുന്നു.
ഇതുവഴി എൻ്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകലെ പോകുമല്ലോ എന്നുള്ള ചിന്തയാണ് ദൈവഭയം എന്ന് വിളിക്കുക. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാനായിട്ട് പറ്റും. നമ്മുടെ കുഞ്ഞുനാളില് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ മാതാപിതാക്കന്മാരോട് ചോദിക്കുക, അവർ തരുമായിരുന്നു. കുറച്ചും കൂടി പ്രായമായി നമ്മൊരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ സെമിനാരിയിലോ ഒക്കെ പോയി നമുക്ക് ആവശ്യമുള്ളതെല്ലാം മാതാപിതാക്കന്മാർ അയച്ചു തരും. എങ്കിലും നാം ഇടയ്ക്കെല്ലാം അവരെ കാണാനായിട്ട് പോകും, അവരോട് സംസാരിക്കും. അവരുടെ കൂടെ ആയിരിക്കുന്നതിൽ, മാതാപിതാക്കന്മാരുടെ ആയിരിക്കുന്നതിൽ നമുക്ക് സന്തോഷമൊക്കെ ഉണ്ട്. കുറെ നാൾ കഴിഞ്ഞ് അങ്ങനെ ഒരു ചെറുപ്പക്കാരന് ജോലിയൊക്കെ കിട്ടിയെന്ന് കരുതി. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് സ്വന്തമായി പണമായ അയാള് അമ്മയുടെ അടുത്ത് ചെന്നു, അപ്പന്റെ അടുത്ത് ചെന്നു, അവരോട് പറഞ്ഞു, ഇത് എനിക്ക് കിട്ടിയ ആദ്യ ശമ്പളത്തിൽ ഞാൻ വാങ്ങിച്ചതാണ്, ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ തന്നതാണ്. ഇനി അമ്മയ്ക്ക് അപ്പനൊക്കെ എന്താണ് വേണ്ടത്? ഒരു പ്രത്യേക രീതിയിൽ ആ ബന്ധം ഇങ്ങനെ വളർന്നു വരികയാണ്. ആദ്യ നാളുകളിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യമായിരുന്നു. രണ്ടാമത്തെ അവസരത്തിൽ കോളേജ് പഠനമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഇടയ്ക്ക് അപ്പനെ അമ്മയൊക്കെ കാണാനായിട്ട് പോകുന്നു, അവരുടെ കൂടെ ആയിരിക്കുന്നതിന്റെ സന്തോഷം. കുറച്ചു നാൾ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നാം അപ്പനോട് അമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? പ്രാർത്ഥനയിലും നാം ഇതുപോലെ ഒരു ഭക്തിയിലേക്ക് വളരുകയാണ്. ദൈവമേ, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതിനെ പ്രാർത്ഥനയുടെ ഒരു മുന്തിയ തലമെന്ന് വിളിക്കാനായിട്ട് പറ്റും. നമുക്കൊന്നും ചോദിക്കാനായിട്ടൊന്നും ദൈവത്തോട് പ്രത്യേകിച്ചില്ല. കാരണം ദൈവമെല്ലാം നന്മയായി മാറ്റുമെന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയായി മാറുമെന്നും നമുക്ക് അറിയാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നമുക്ക് നിറവേറ്റി തരുമെന്നറിയാം. നാം ഇപ്പോൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങേക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം എനിക്ക് ചെയ്യാനായിട്ട് പറ്റും? അങ്ങയുടെ കൂടെ ആയിരിക്കുന്നതാണ് എൻ്റെ സന്തോഷം. ഇങ്ങനെ ഭക്തിയുടെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് ക്രമേണ വളരാനായിട്ട് പറ്റും. മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ തീർച്ചയായിട്ടും നല്ലതാണ്. യേശു തന്നെ അനുദിനാപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പൗലോസ്ലീഹ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം. എങ്കിലും ഒരു വ്യക്തിയുടെ തലത്തിൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നാം പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയിലേക്ക് വരും. അത് ദൈവഭക്തി എന്നുള്ള ദാനമായി നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. നാം പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച്, ദാനങ്ങളെ കുറിച്ച് എന്നതിനേക്കാൾ അധികമായിട്ട് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിന്റെ 9 വരങ്ങളെ കുറിച്ച് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ലിസ്റ്റ് ഒന്ന് ആദ്യം വായിക്കാം. 1, അറിവിന്റെ വചനം, വിവേകത്തിന്റെ വചനമെന്നും അതിനെ വിളിക്കും. 2, ജ്ഞാനത്തിന്റെ വചനം. 3, വിശ്വാസവരം. 4, രോഗശാന്തിവരം. 5, അത്ഭുത പ്രവർത്തനവരം. 6, പ്രവചനവരം. 7, ആത്മാക്കളെ തിരിച്ചറിയാനുള്ള വരം. അതായത് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണോ, അയാളുടെ തന്നെ ഇവരുടെ തോന്നലാണോ, അല്ലെങ്കിൽ ദുഷ്ടാത്മാവാണോ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്, അല്ല നമ്മളിലൂടെ ഇപ്പോൾ സംസാരിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് ആത്മാക്കളെ ഉപയോഗിച്ചറിയാനുള്ള വരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. 8, ഭാഷാവരം. നാം പഠിക്കാത്ത ഭാഷകൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നാം സംസാരിക്കുന്നത്, നാം ഏതെങ്കിലുമൊക്കെ ശബ്ദത്തില് ദൈവത്തെ സ്തുതിക്കുന്നത്, ആളുകള് അത് അർത്ഥമുള്ള ഭാഷകൾ കേൾക്കുന്നവരുടെ മാതൃഭാഷ കേൾക്കുന്നത്, അത് ഭാഷാപരമാണ്. പിന്നെ മറ്റൊരു ഭാഷാപരമാണ് ദൈവത്തെ സ്തുതിക്കാനുള്ള ഭാഷാപരം. അത് പ്രാർത്ഥിക്കുന്ന ആൾക്കും അതിന്റെ അർത്ഥം അറിയാനായിട്ട് പാടില്ല, കേൾവിക്കാർക്കും അറിയാൻ പാടില്ല, ദൈവത്തിന് മാത്രമാണ് അറിയാവുന്നത് എന്നാണ് പൗലോസ്ലീഹ അതിനെക്കുറിച്ച് പറയുന്നത്. 9ാമത്തെ വരമാണ് ഭാഷകളുടെ വ്യാഖ്യാനവരം. അതും ചില സമൂഹങ്ങളിലൊക്കെ, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും സമൂഹങ്ങളിലും ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ഉണ്ട്. ചില വ്യക്തികൾ ഭാഷാവരത്തില് ആർക്കും മനസ്സിലാകാത്ത, അവർക്കും മനസ്സിലാകാത്ത, കേൾവിക്കാർക്ക് മനസ്സിലാകാത്ത ചില ശബ്ദത്തില് ചില കാര്യങ്ങളൊക്കെ പറയുന്നു. ആ കൂട്ടത്തില് ഭാഷകൾ വ്യാഖ്യാനിക്കാൻ വരമുള്ള ആള് ഉടനെ ഇങ്ങനെ പറയും, അതിന്റെ അർത്ഥം ഇതാണ്, ആ ശബ്ദത്തിന്റെ അർത്ഥം ഇതാണ് എന്ന് പറയുന്നതിനെയാണ് ഭാഷകളുടെ വ്യാഖ്യാനപരം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുക. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഭാഷാപരമുള്ള ആളുകൾ വ്യാഖ്യാനപരത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് ഒരാൾക്ക് തന്നെ ഭാഷപരവും ഭാഷകളുടെ വ്യാഖ്യാനപരവും ഉണ്ടായെന്ന് വരാം. അതും നാം പ്രാർത്ഥനാ വിഷയമാക്കാവുന്നത് ആണ്. നമ്മുടെ ജീവിതത്തെ വേണേൽ നമുക്കൊരു മരത്തോട് ഉപമിക്കാനായിട്ട് പറ്റും. മരത്തിന്റെ ശാഖകള്, തായ്തണ്ട്, അതിൻ്റെ ഫലം, പൂവ്, ഇതൊക്കെ നാം കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ സാധാരണഗതിയിൽ നല്ല വേരൊക്കെ അടിയിലേക്ക് പോകുന്ന മരത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുകയും, മുകളിലേക്കുള്ളതുപോലെ തന്നെ ഒരു വളർച്ച താഴേക്ക് ഉണ്ട്.
ഇപ്പൊ ഒരു വ്യക്തിക്ക് ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ഒക്കെ, ഒരു മരത്തിന് ഫലങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, പൂക്കൾ ഉണ്ടാക്കണമെങ്കിൽ താഴേക്ക് ഒരു വളർച്ച ആവശ്യമാണ്, വേരിന്റെ വളർച്ച ആവശ്യമാണ്. ഇതുപോലെ തന്നെ നാം യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള്, ദാനങ്ങള്, വരങ്ങൾ ഒക്കെ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുകയും ഹെബ്രായർക്കുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വചനം വീണ്ടും പ്രസക്തമായിട്ട് വരുന്നു. അത് ഇങ്ങനെയാണ്, ഹെബ്രായർ 12:14, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് പറ്റുകയില്ല, ദൈവാനുഗ്രഹം കാണാനായിട്ട് പറ്റുകയില്ല. ഈ വരങ്ങളെ ബൈബിളില് മറ്റൊരു വാക്കിലും പലപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. വരങ്ങൾ വ്യക്തമാക്കാനായിട്ട് മറ്റൊരു വാക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട്, ശക്തി എന്നുള്ള വാക്കാണ്. മർക്കോസിന്റെ സുവിശേഷം 5:30 നാം വായിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ആരാണ് എന്നെ തൊട്ടത്? ഇത് രോഗശാന്തി വരത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിലാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റുക. യേശു പറയുകയാണ്, എന്നിൽ നിന്നൊരു വരം പുറപ്പെട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികളെ സൗഖ്യപ്പെടുത്താനുള്ള രോഗശാന്തിയുടെ വരം, അത്ഭുത പ്രവർത്തന വരം എന്നിൽ നിന്ന് പുറപ്പെട്ടു, ആരാണ് എന്നെ തൊട്ടത്? അതിനെ നമുക്കറിയാം, ഒരു സ്ത്രീ എന്ന് പറയുന്നുണ്ട്, ഞാൻ വളരെയേറെ വർഷങ്ങളായിട്ട് രക്തസ്രാവത്താൽ കഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്, ധാരാളം പണം മുടക്കി, എനിക്ക് സൗഖ്യമുണ്ടായില്ല, ഞാൻ വിശ്വസിച്ചിരുന്നു അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്നും തൊട്ടാൽ സൗഖ്യപ്പെടുമെന്ന് ഞാൻ തൊട്ടു, എനിക്ക് സൗഖ്യം കിട്ടി. അപ്പൊ ശക്തി എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാനും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ സൂചിപ്പിക്കാനുമായിട്ട് ഉപയോഗിക്കുന്നു. ലൂക്ക 5:17 സൗഖ്യം നൽകാൻ കർത്താവിന്റെ ശക്തി യേശുവിൽ ഉണ്ടായിരുന്നു. അപ്പൊ യേശുക്രിസ്തു തീർച്ചയായും ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ കൂടെ എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. യേശുവിന്റെ ജീവിതം നമുക്കൊരു മാതൃക കൂടിയാണ്. യേശു എങ്ങനെയാണ് ശക്തിപ്പെട്ടത് എന്ന് പറയാൻ വേണ്ടി കൂടെയാണ് ലൂക്ക 5 കാര്യം പറയുക. യേശു നീണ്ട സമയങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി, ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനായി പോയി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ പ്രത്യേക ശക്തി യേശുക്രിസ്തുവിന്റെ മേൽ വന്നു. അങ്ങനെ സൗഖ്യം നൽകാനുള്ള ശക്തി യേശുക്രിസ്തുവിന്റെ മേലുണ്ടായിരുന്നു. അല്ലെങ്കിൽ വരം യേശുക്രിസ്തുവിന്റെ മേൽ പ്രത്യേകമായി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. നാം ഒരു കാര്യം മറന്നു പോകരുത്, മ്യൂട്ടായിപ്പോയി അച്ഛാ, കേൾക്കുന്നില്ല. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെയും അതുപോലെ തന്നെ അപ്പസ്തലന്മാർക്ക് പാപമോചന അധികാരം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നവോ മോചിക്കപ്പെട്ടിരിക്കുന്നൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ തീർച്ചയായും പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു വീണ്ടും പറയുകയാണ്, നിങ്ങളെ ശക്തിയെ ധരിക്കും, നിങ്ങൾ ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവിനെ ധരിക്കും. അത് പന്തക്കുസ്ത നാളിലാണ് സംഭവിക്കുക. നാം പന്തക്കുസ്തയ്ക്ക് വേണ്ടിയാണല്ലോ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുകയാണ്. അവർ പേടിച്ച് വിറച്ച് അച്ഛൻ്റെ മൈക്ക് മ്യൂട്ടായി പോയി, ഓണാക്കാവോ? അച്ഛൻ്റെ മൈക്ക് കേൾക്കാവോ? ജോണച്ച കേൾക്കാമോ? പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ദാനമാണെന്ന് നമുക്കറിയാം. അവർ ധൈര്യമുള്ളതായിട്ടും ക്രോസിന് ഭാഷാവരത്തിന്റെ കൃപ കിട്ടുന്നു, അല്ലെ എല്ലാ അപ്പസ്തലന്മാർക്കും ഭാഷാവരത്തിന്റെ കൃപ കിട്ടുന്നു. അവർ ഭാഷാവരത്തിൽ സംസാരിക്കുന്നു, ആളുകൾ അത് അവരുടെ തന്നെ മാതൃഭാഷയിൽ കേൾക്കുന്നു. അങ്ങനെ അവർ ശക്തിയെ ധരിക്കുകയാണ്. വരങ്ങളോടുകൂടി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അവർ ആരംഭിക്കുകയാണ്. വരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയകരമായ രീതിയിൽ വചനം പ്രസംഗിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുന്നതിനെയാണ് വരങ്ങളിലൂടെയുള്ള സുവിശേഷ പ്രസംഗം എന്ന് പറയും. നമുക്കറിയാം, ഒരു തോട്ടം നമുക്ക് പല രീതിയിൽ നനയ്ക്കാനായിട്ട് പറ്റും. കിണറ്റിൽ നിന്ന് വെള്ളം കോരി നനയ്ക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ചക്രം ചവിട്ടി വെള്ളം മുകളിലേക്ക് കയറ്റി പാടം നനയ്ക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഉയരമുള്ള സ്ഥലത്ത് നിന്ന് ഒരു ഓസിട്ട് നനയ്ക്കാനായിട്ട് പറ്റും, മോട്ടർ വെച്ച് നനയ്ക്കാനായിട്ട് പറ്റും. എന്നാൽ അതിനേക്കാളൊക്കെ വളരെ എളുപ്പമുള്ളൊരു മാർഗമുണ്ട്, അത് ദൈവം അയക്കുന്ന മഴയാണ്. മഴ വന്നു കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവനും പെട്ടെന്ന് തന്നെ നനഞ്ഞു കിട്ടുകയാണ്. ഇതാണ് വരങ്ങളുടെ പ്രത്യേകത. നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് മോട്ടർ അടിച്ചോ വെള്ളം കോരിയോ ചക്രം ചവിട്ടിയോ ഒക്കെ
നമുക്ക് സുവിശേഷ വേല ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ആവശ്യമാണ്. നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യണം. ശാരീരിക പരിശീലനം കൊണ്ട് കുറച്ച് മെച്ചമുണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുക. എന്നാൽ പ്രകൃതി നമുക്ക് തരുന്ന മഴ കൊണ്ട് ഒരു പ്രദേശം മുഴുവനും പെട്ടെന്ന് തന്നെ നിറയുന്ന പോലെ ചില വരങ്ങളുള്ള വിശുദ്ധന്മാര്, ചില പ്രാസംഗികര്, അവരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗികളെ പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ധാരാളം പേര് യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ ഇടയായിത്തീർന്നു. യേശുക്രിസ്തു രക്ഷകനായി സ്വീകരിക്കുന്നു, മാമോദീസ സ്വീകരിക്കുന്നു, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി മാറുന്നു. ഇങ്ങനെ ധാരാളം വിശുദ്ധന്മാരുടെ ജീവിതത്തിലും സുവിശേഷ പ്രഘോഷകരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മഴ പെയ്തൊരു പ്രദേശം മുഴുവനും പെട്ടെന്ന് നിറയുന്നത് പോലെ ഒരു പ്രദേശത്ത് ഉള്ള ആളുകള് ധാരാളം പേര് പെട്ടെന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന അനുഭവം ഉണ്ടാകുകയാണ്. വരങ്ങളിലൂടെയുള്ള സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. വളരെ പരിശുദ്ധാത്മാവ് തരുന്ന പ്രത്യേക ശക്തിയാലെ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെയൊക്കെ വചനം പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുക. അവര് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ, പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ആദ്യ ദിവസം തന്നെ അവരുടെ കൂടെ ചേരുന്നത്, യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നത്. പിന്നീട് നമുക്ക് പൗലോസ്ലീഹയുടെ ജീവിതത്തില്, സ്റ്റീഫന്റെ ജീവിതത്തില്, അപ്പസ്തോലന്മാരുടെ ജീവിതത്തില്, ബർണാബാസിന്റെ ജീവിതത്തില് ഒക്കെ നമുക്കിത് കാണാനായിട്ട് പറ്റും. ഒരു വരങ്ങളിലൂടെ ധാരാളം പേർ ഒരു വരം ത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിലും അതുപോലെ തന്നെ യഹൂദന്മാരുടെ ഇടയിലൊക്കെ വലിയ ചർച്ചയായി മാറുന്നുണ്ട്. അത് പത്രോസും അത് യോഹന്നാനും കൂടെ സുന്ദര കവാടത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ, ജെറുസലേമിലെ ഒരു ദേവാലയത്തിന്റെ അടുത്തുള്ള ഒരു കവാടത്തിന്റെ പേരാണ് സുന്ദര കവാടം. അവിടെ വർഷങ്ങളായി ജന്മനാ മുടന്തനായ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളെ സൗഖ്യപ്പെടുത്തി. എല്ലാവർക്കും അയാളെ അറിയാം. അത് വലിയൊരു സംഭവമായിട്ട് മാറുകയാണ്. അതിനെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചകളുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് സൗഖ്യപ്പെടുത്തിയത്, അയാളോട് ചോദിക്കുന്നുണ്ട്. അതുവഴി ഈ ഒരു അത്ഭുതം തന്നെ ആ പട്ടണത്തിലെ വലിയൊരു സംസാരമായി മാറുന്നു. ധാരാളം പേര് യേശുക്രിസ്തുവിനെ അറിയാനിടയായിത്തീരുന്നു. ഇനി മേലാൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഇവിടെ ഇനി യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കരുത്, രോഗികളെ സൗഖ്യപ്പെടുത്തുന്നൊക്കെ അവരെ തടസ്സപ്പെടുത്തുന്നു. ഈ രീതിയിലാണ് ആദിമ നൂറ്റാണ്ടിലെ സുവിശേഷ പ്രസംഗം മിക്കവാറുമൊക്കെ നടക്കുക. വരങ്ങളിലൂടെയാണ്. വരമുള്ള ആളുകൾ പ്രസംഗിക്കുന്ന അവസരത്തില്, രോഗശാന്തിയെക്കുറിച്ച് പറയുന്ന അവസരത്തില്, ഭാഷാവരത്തെക്കുറിച്ച് പറയുന്ന അവസരത്തില്, ജ്ഞാനവചനത്തെക്കുറിച്ച് പറയുന്ന അവസരത്തില് ദൈവം അത്ഭുതകരമായി ഇടപെട്ടത് കേൾക്കുന്ന ആളുകൾക്കും അത് അനുഭവിക്കാനായിട്ട് ഇടയാക്കി തീർക്കുന്നു. അവർക്കും അത് അവരുടെ ജീവിതത്തിലെ ഒരു അനുഭവമായി മാറുന്നു. ഞാൻ എഴുതിയൊരു പുസ്തകത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ് ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ. ആ പുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. എനിക്ക് പലപ്പോഴും പല ആളുകൾ തന്നെ ഫോൺ വിളിച്ച് പറയാറുണ്ട്, അച്ഛൻ ഭാഷാവരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചു, അറിവിന്റെ വചനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചു. അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഈ വരങ്ങൾ പതുക്കെ പതുക്കെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ഭാഷാവരത്തിന്റെ കുറവ്, എൻ്റെ ചുണ്ടുകൾ പതുക്കെ ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാനത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അത് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ സ്തുതിപ്പിന്റെ ഭാഷാവരമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് അവർ പറയാറുണ്ട്. അതുപോലെ തന്നെ അറിവിന്റെ വചനത്തെക്കുറിച്ച് വായിക്കുന്ന ആളുകൾ രാവിലെയും മറ്റും കുറെ നേരം ഏകാന്തത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങൾ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദർശനത്തിലൂടെ, പ്രവചനത്തിലൂടെയൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർ കേൾക്കാനായിട്ട് പറ്റുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക അനുഭവത്തിന് അർഹനായി തീരുന്നത്, അല്ലെ ദൈവം എനിക്ക് ആ കൃപ തരുന്നത് 1980-ലാണ്. ഞാൻ കുറെ നാളുകളായി പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണ്. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ചരിത്രം ഞാൻ ഏതാണ്ട് 7ാം ക്ലാസ് പഠിക്കുന്ന അവസരത്തിൽ വായിച്ചു. അപ്പോൾ ആ പുണ്യവതിക്കുണ്ടായ ചില അനുഭവങ്ങൾ, ചില മാതാവിന്റെ രൂപത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവിന്റെ രൂപം ചിരിക്കുന്നത് പോലെ, അതുപോലെ മനസ്സിലുണ്ടായിരുന്ന ബുദ്ധിമുട്ട്, പ്രയാസം, ഏകാന്തത, ഭയമൊക്കെ മാറിക്കിട്ടിയത് ത്രേസ്യ പുണ്യവതിക്ക് ചെറുപ്പകാലത്തിൽ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, ഭയങ്ങള്, എന്നെ ആരും സ്നേഹിക്കുന്നുള്ള ചിന്ത, ചില പിടിവാശികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്നാണ് മാറിക്കിട്ടുക. അതൊരു വരം വഴിയാണ് മാറിക്കിട്ടുന്നതെന്ന് പറയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവിന്റെ പ്രത്യേക അനുഗ്രഹം വഴി മാതാവിന്റെ ആ സ്റ്റാച്ചു ചിരിക്കുന്നത് പോലെ ത്രേസ്യ പുണ്യവതിക്ക് തോന്നി, ബാലികയായ പുണ്യവതിക്ക് തോന്നി. പിന്നീട് അത് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്കും തോന്നി,
എനിക്കും ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഉള്ളത് നല്ലതാണല്ലോ എന്ന് തോന്നി. ഞാനും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ വിൻസെൻഷൻ സെമിനാരിയിൽ ചേർന്നു. അവിടെ വെച്ച് എൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന എനിക്ക് ദൈവാനുഭവം തന്നമേ എന്ന് ആണ്. ദൈവാനുഭവം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ദൈവാനുഭവം തന്നെ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എങ്ങനെയോ ഞാൻ ആ പ്രാർത്ഥന എൻ്റെ സ്ഥിരം പ്രാർത്ഥനയിൽ ഒന്നായിട്ട് മാറി. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ദൈവാനുഭവം തന്നമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ച് സെമിനാരി ചേർന്നതിന് ശേഷം ഞാൻ ഓവർഷേറ്റിൽ വന്നു. അവിടെയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് എൻ്റെ സെമിനാരി ജീവിതത്തിന്റെ 3ാമത്തെ വർഷമാണ്. എനിക്ക് ഈ അവസാന വർഷമായിട്ട് 3ാമത്തെ വർഷത്തിന്റെ അവസാന ഭാഗമായിട്ടും പ്രത്യേക ദൈവാനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ എൻ്റെ അക്കാലത്തെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന ജോർജ് കമ്മിറ്റി അച്ഛനോട് പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ദൈവാനുഭവം ഒന്നുമില്ല. മാത്രമല്ല ചിലപ്പോഴെനിക്ക് ദൈവവിളി ഇല്ലായിരിക്കും, അതുകൊണ്ടാകാം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ബ്രദറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഉള്ളത്. നോവിസ് മാസ്റ്റർ അത് തന്നെയാണ് പറഞ്ഞത്. തീരുമാനമെടുക്കേണ്ടത് ബ്രദറാണ്. പക്ഷെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ തുറന്ന് പഠിക്കണമെന്നുള്ളതാണ്. ദൈവാനുഭവം ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്ന അവസരത്തിലായിരിക്കണം എന്നുള്ള കിട്ടുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന അവസരത്തിലാണ് കിട്ടുക. അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായില്ല. പിന്നീട് എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായി, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള സമയത്തല്ല പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്, ദൈവാനുഭവം ഉണ്ടാകുന്നത്. കാറ്റ് അതിന് ഇഷ്ടമുള്ള അവസരത്തേക്ക് വീശുന്നു. അപ്പൊ അതുകൊണ്ട് അതിന് ദൈവാനുഭവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫിലോസഫി പഠിച്ചു. തിയോളജിയുടെ അവസാന ഭാഗമായി 1.5 കൊല്ലം കൂടി കഴിഞ്ഞ് അച്ഛനായി മാറും. ഞാൻ പള്ളികളിൽ ആ സമയത്ത് പോയി പ്രസംഗിക്കാറുണ്ട്. ഡീക്കനായതുകൊണ്ട്, സബ് ഡീക്കനായതുകൊണ്ടൊക്കെ വിശുദ്ധന്മാർക്കുണ്ടായ അനുഭവങ്ങൾ, പന്തക്കുസ്തനായുള്ള അനുഭവമൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു ശൂന്യത തോന്നാനായിട്ട് തുടങ്ങി. ഞാൻ ഇതുവരെ ഒട്ടും അനുഭവിക്കാത്ത കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത്. പലർക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. പക്ഷെ എനിക്ക് ഇതുവരെ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു ധ്യാനത്തിൽ പോയി പങ്കെടുക്കാനും, വൈദികനാകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത കാര്യങ്ങൾ, ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നു, ദൈവാനുഭവത്തെക്കുറിച്ച് പറയുന്നു, ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത കാര്യങ്ങളാണല്ലോ ഞാൻ ഈ പറയുന്നത് എന്ന ചിന്ത എന്നെ അലട്ടാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഒരു ധ്യാനത്തിനായിട്ട് പോയി. എൻ്റെ തന്നെ കൂട്ടുകാരനായ, എന്നെക്കാൾ ഒരു 3 വയസ്സിനൊക്കെ പ്രായം കൂടുതലുള്ള ഒരു അച്ഛൻ്റെ കൂടെയാണ് ഈ ധ്യാനിപ്പിക്കാൻ പോയത്. നാക്കിമ്പറമ്പിൽ അച്ഛൻ്റെ കൂടെ, മാത്യു നാക്കിമ്പറമ്പിൽ അച്ഛൻ. അദ്ദേഹം അവധിക്കാലത്തൊരു ധ്യാനം നടത്തുന്നുണ്ടായിരുന്നു. എനിക്ക് പരിചയമുള്ള വേറെ ചില ആളുകളൊക്കെ അതിനകത്ത് പ്രസംഗിക്കുന്നുണ്ട്. ഞാനപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ധ്യാനം അതായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പോയി. അത് 5 ദിവസത്തെ ധ്യാനമാണ്. ഒരു ദിവസം മുഴുവനും ഉപവാസമുണ്ട്, വെള്ളം മാത്രം കുടിച്ചുള്ള ഉപവാസമുണ്ട്. അതുപോലെ തന്നെ പാട്ട്, കൗൺസിലിംഗ്, കുമ്പസാരം. ഞാനിങ്ങനെ വൈദികനാകാനായിട്ട് ആഗ്രഹിച്ചൊരു തീരുമാനം എടുക്കാൻ പോയിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഒരുങ്ങി, നന്നായിട്ട് സംസാരിച്ചു, കൗൺസിലിംഗ് നടത്തി. എനിക്ക് പരിശുദ്ധാത്മാവുണ്ട്, നിറയണം, ദൈവാനുഭവം വേണം, ഞാൻ ഈ വിശുദ്ധന്മാരുടെയൊക്കെ ചരിത്രത്തിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്ക് തന്നെ ബോധ്യം വരും. അതിനുവേണ്ടിയാണ് ഞാൻ പോയത്. അപ്പൊ എനിക്ക് ധൈര്യത്തോടു കൂടി പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. എൻ്റെ പ്രസംഗവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ശക്തി പുറപ്പെടുവിക്കുന്നതാണ്. പൗലോസിയ പറഞ്ഞല്ലോ, ഞങ്ങൾ വചനം കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ അടുത്ത് വരുന്നത്, ശക്തിയോടുകൂടിയാണ് വരുന്നത്, വരങ്ങളോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഏതെങ്കിലും വരങ്ങൾ പ്രകടമാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു വചനമാണ്. അപ്പൊ ഞാൻ ഇതൊന്നും ആ കാലത്ത് എനിക്ക് ശരിക്കും അങ്ങനെ അറിയാൻ പാടില്ല ഈ വചനങ്ങളൊക്കെ. പിന്നീട് ഞാൻ പരിശുദ്ധാത്മാവെന്ന പുസ്തകം എഴുതാൻ വേണ്ടി ബൈബിള് പല ആവർത്തി വായിച്ച് അതുമായി ബന്ധപ്പെട്ട് പലരുമായൊക്കെ ചർച്ച ചെയ്ത് എൻ്റെ ജീവിതത്തിൽ തന്നെ ആ കാലത്ത് ഞാൻ പോട്ടയിലായിരുന്നുകൊണ്ട് ആ കാലത്ത് ഞാൻ കണ്ടുമുട്ടിയ കാര്യങ്ങൾ ഇതെല്ലാം ക്രോഡീകരിച്ചാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള പുസ്തകം എനിക്ക് എഴുതാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ സമയത്താണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇടയായി തീരുന്നത്. ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തു. 5ാം ദിവസമായി നാക്കിമ്പറമ്പിൽ അച്ഛനും അതുപോലെ തന്നെ ധ്യാനിപ്പിച്ചിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ അനുഭവം കിട്ടും, ഞങ്ങൾ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ 5ാം ദിവസത്തിന്റെ ധ്യാനത്തിന്റെ അവസാന ഭാഗത്ത് കാലത്ത് വളരെ ആഘോഷമായ കയ്യൊപ്പ് പ്രാർത്ഥനയാണ്. ഇപ്പോഴുള്ളത് പോലെയുള്ള കയ്യൊപ്പ് പ്രാർത്ഥനയല്ല. കാരണം ധാരാളം പേരിങ്ങനെ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നിലത്ത് വീഴുന്നു, ചിലരിങ്ങനെ ചിരിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് പായൊക്കെ പള്ളിക്കകത്തിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ കാണുന്നതുകൊണ്ട് എൻ്റെ തൊട്ടടുത്തുള്ള ചില ആളുകൾ ഭാഷാവർത്തി പ്രാർത്ഥിക്കുന്നതും അവരിങ്ങനെ ഏതോ ഒരു ശക്തിയാർ നിറഞ്ഞതുപോലെ നിർത്തിയിരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ആ അവസരത്തിൽ തോന്നിയില്ല.
ധ്യാനം കഴിഞ്ഞ് ഞാൻ സെമിനാരിയിലേക്ക് തിരിച്ചു വന്നു. വിദ്യാഭവൻ, ആലുവായിലെ വിദ്യാഭവനിലാണ്. അവിടെ എല്ലാ സെമസ്റ്ററിലും ഞങ്ങൾക്ക് മുറികൾ മാറും. 7 കൊല്ലം ഞാൻ അവിടെ താമസിച്ചു. അപ്പൊ ഏതാണ്ട് 14ഓളം മുറികളിൽ, അല്ലെങ്കിൽ ഏതാണ്ട് 10-ലേറെ മുറികൾ താമസിച്ചിട്ടുണ്ട്. ഞാൻ ആ മുറികളൊന്നും ഏതാണെന്ന് ഓർക്കുന്നില്ല. പക്ഷെ ഒരു മുറി ഞാൻ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. അത് വരാന്തയിൽ എത്രാമത്തെയാണ്, എവിടെയാണെന്ന് എനിക്കറിയാം. കാരണം ധ്യാനത്തിന് 2-ാം ദിവസം രാത്രിയിൽ ആ മുറിയിൽ ഞാൻ ഉറങ്ങാനായിട്ട് ഒരുങ്ങുന്നു. ലൈറ്റ് കിടത്തി പതിവുള്ള, അത് വർഷങ്ങളായി ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ. കട്ടിലേലിരുന്ന് കുറച്ചു നേരം ഇങ്ങനെ സ്തുതിപ്പ് എന്ന് പറയാൻ പറ്റില്ല. ആ കാലത്ത് അങ്ങനെ സ്തുതിപ്പിന്റെ പ്രസക്തിയെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിയാൻ പാടില്ല. എനിക്ക് അറിയാവുന്ന പോലെ ചില പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയതിനു ശേഷം ദൈവം എനിക്ക് ദൈവാനുഭവം തന്നെ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ലൈറ്റ് ആ മുറിയിലില്ല. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം കാണുകയാണ്, അല്ല കണ്ണടച്ചിരിക്കുമ്പോൾ കാണുകയാണ്. വലിയൊരു പ്രകാശം, ഒരു ദർശനത്തിലുള്ള പ്രകാശമായിരിക്കുമല്ലോ മുറിയിലേക്ക് സ്വാഭാവികമായി വന്നതാണ്. കണ്ണടച്ചാണോ അടയ്ക്കാത്തതെന്ന് കൃത്യമായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിനാണ്. ഏതായാലും മുറിയിൽ ഇരുട്ടാണ്. അപ്പോൾ ഒരു വലിയൊരു പ്രകാശം ആ മുറിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ദർശനമായിട്ട് ഞാൻ കാണുന്നു. ആ പ്രകാശത്തിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം എൻ്റെ ശരീരത്തില് എല്ലാ ഭാഗവും നിറയുന്നത് പോലെ ഒരു അനുഭവം. എൻ്റെ ശരീരം വളരെ ഭാരം കുറയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അറിയാണ്ട് തന്നെ കണ്ണുകൾ നിറഞ്ഞിങ്ങനെ ഒഴുകാനായിട്ട് തുടങ്ങി. എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം, താങ്ങാൻ പറ്റുന്നതിനേക്കാളേറെ സന്തോഷം. അപ്പോൾ ഞാനൊരു പാട്ട് അറിയാണ്ട് ഇങ്ങനെ പാടാനായിട്ട് തുടങ്ങിയാണ്. ആ ദിവസങ്ങളിൽ ഞങ്ങൾ ധ്യാനത്തിൽ പഠിപ്പിച്ചൊരു പാട്ടാണ്. ആ ആനന്ദമേ, എന്തൊരു ആനന്ദമേ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ എന്നുള്ളൊരു പാട്ടാണ്. ഞാൻ ഇപ്പോഴും ആ പാട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. അത് യൂട്യൂബിലുണ്ട് ആ പാട്ട്. ആ ആനന്ദമേ, പരമാനന്ദമേ എന്ന് പറഞ്ഞുള്ളൊരു പാട്ട്. അറിയാണ്ട് ഇങ്ങനെ ഞാനങ്ങനെ പാടാനായിട്ട് തുടങ്ങി. എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു സന്തോഷത്തിന്റെ അനുഭവമായിരുന്നു അത്. താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം. അതുകൊണ്ട് ഞാൻ അറിയാണ്ട് തന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ദൈവാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കില്ല. ഒരുപക്ഷെ എനിക്ക് ദൈവാനുഭവം എന്താണെന്ന് മനസ്സിലായി എന്നുള്ളതായിരിക്കും അതിന്റെ അർത്ഥം. ഏതായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ദൈവാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കില്ലെന്ന് പറഞ്ഞു. അതിനുശേഷവും ഞാൻ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര ശക്തമായൊരു അനുഭവം അതിനുശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നീട് ഭാഷാപരത്തിലും മറ്റു പല വരങ്ങളിലും അറിവിന്റെ വചനം, ജ്ഞാനവചനത്തിന്റെയൊക്കെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇതുപോലത്തെ ശക്തമായൊരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ഇത് ദൈവാനുഭവമാണെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ സ്വഭാവത്തിൽ ഈ അനുഭവത്തോടു കൂടി ഒത്തിരി വ്യത്യാസം വരികയാണ്. നേരത്തെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു, എനിക്ക് അസൂയുണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറെ ചില ഒരു ദുഃഖപ്രകൃതി ഉണ്ടായിരുന്നു, ചോദ്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഈ അനുഭവത്തോടു കൂടെ ആ സ്വഭാവത്തിലെല്ലാം വലിയൊരു മാറ്റം വരികയാണ്. ഈ അനുഭവത്തോടു കൂടെ ഞാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഒരു സ്വഭാവം, ഞാൻ പലപ്പോഴും എൻ്റെ പ്രത്യേക ആത്മശോധനയുടെ വിഷയമായിട്ടൊക്കെ എടുത്തിരുന്ന ഒരു കാര്യമാണ് എൻ്റെ അസൂയ പോകണം, പെട്ടെന്നുള്ള ദേഷ്യം പോകണം എന്നൊക്കെ ഉള്ളത്. അത് ഞാനിങ്ങനെ ആത്മശോധന ചെയ്തും, ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നത് പോലെ പട്ടിക ഉണ്ടാക്കി, ഇന്ന് എത്ര പ്രാവശ്യം ദേഷ്യപ്പെട്ടു, എത്ര പ്രാവശ്യം എനിക്ക് ശാന്തത പാലിക്കാനായിട്ട് പറ്റി, അങ്ങനെയൊക്കെ എനിക്ക് കുറേ അത് പാലിക്കാനായിട്ട് പറ്റി. അതെന്റെ ശാരീരിക പരിശീലനം വഴിയുള്ള അധ്വാനം വഴിയുള്ള ഒരു പരിശ്രമമാണ്. എന്നാൽ പരിശുദ്ധാത്മ വന്നപ്പോഴത്തേക്ക് എളുപ്പമായിട്ട് മാറുകയാണ്. ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കും, ക്ഷമിക്കാനുള്ള ശക്തി, അതുപോലെ തന്നെ ആത്മസംയമനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കും, ഒരു പുതിയ സൃഷ്ടിയായി മാറും. നമ്മൾ മാതാപിതാക്കന്മാരിൽ നമുക്ക് കിട്ടിയ നേച്ചർ, വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയത്, പള്ളിയിൽ നിന്ന് കിട്ടിയത്, സെമിനാരിയിൽ നിന്ന് കിട്ടിയ നേച്ചർ, അതിനകത്തുള്ള അപാകതകൾ, അതിനകത്തൊക്കെ ഒത്തിരി നന്മകളുണ്ട്, അതിനകത്തുള്ള അപാകതകളൊക്കെ മാറ്റി പുതിയൊരു ജന്മം നമ്മുടെ സ്വഭാവത്തിൽ തരികയാണ്, ചിന്താരീതിയിൽ തരികയാണ്. യേശു തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആളുകളെയൊക്കെ മാറി ചിന്തിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എമ്മാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാർ, അവർ പറഞ്ഞു യേശുക്രിസ്തു കൊല്ലപ്പെട്ടു, യേശുക്രിസ്തുവിനെ അവർ കൊന്നുകളഞ്ഞു. പക്ഷെ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? അതല്ലല്ലോ ശരി. യേശുക്രിസ്തു കുരിശിൽ മരിച്ച് ഉയർക്കണം എന്നുള്ളത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, വിശുദ്ധ ലിഖിതങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അത് പറഞ്ഞപ്പോൾ അവരുടെ ചിന്ത മാറിക്കിട്ടിയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഹൃദയം ജോലിക്കാനായിട്ട് തുടങ്ങി, ഞങ്ങൾക്ക് പുതിയൊരു ചിന്ത കിട്ടി. അവർ അധികം താമസിക്കാണ്ട് തന്നെ യേശുക്രിസ്തുവിനോട് കൂടെ അവർ ആഹാരം കഴിക്കുന്നു, അപ്പം മുറിക്കുന്നു. പിന്നീട് അവർ ആ രാത്രിയിൽ തന്നെ ശക്തി പ്രാപിച്ച് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവരെങ്ങോട്ട് എവിടെ നിന്ന് പോന്നോ അങ്ങോട്ട് തന്നെ വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പൊ
ഈ രീതിയിൽ നിങ്ങൾക്ക് ശക്തിയെ ധരിക്കാനായിട്ട് പറ്റും, പുതിയ മനുഷ്യരായി മാറാനായിട്ട് പറ്റും. ഇപ്പൊ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയായിരുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ഏഹ്, പ്രവർത്തനം നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാനായിട്ട് പറ്റിയത്. എനിക്ക് ദൈവാനുഭവം തന്നെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ആ ധ്യാനത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലായി, ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞ് ആ വ്യക്തി ഒരു പുതിയ മനുഷ്യനായി മാറുന്ന അനുഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഇപ്പോഴും ഞാൻ അത് ഓർത്തിരിക്കുന്നു. അത് ഇന്ന സമയത്താണ് ഉണ്ടായതെന്ന് എനിക്കറിയാം, ഇന്ന വർഷമാണ് ഉണ്ടായതെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു വിചാരം, അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ശരിയാകണമെന്നില്ല. എൻ്റെ ഒരു ചിന്തയും വിചാരവും ഒക്കെ പന്തക്കുസ്ത പോലെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വ്യക്തതയിലുണ്ടാകും. ഇന്ന സമയത്ത്, ഇന്ന രീതിയിൽ, ഇന്ന സ്ഥലത്ത് വെച്ച് ദൈവത്തെ എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റി. അതുമുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി, എൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി. സ്വഭാവത്തിൽ മാറ്റമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നിരന്തരം നിൽക്കണമെന്നൊന്നുമില്ല. യുവദാസ് ഒരു ചീത്ത മനുഷ്യനായതുകൊണ്ടല്ലോ യേശുക്രിസ്തു അദ്ദേഹത്തെ വിളിച്ചത്. പക്ഷെ അദ്ദേഹം പണത്തോട് കൊതി വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വരങ്ങളൊക്കെ അദ്ദേഹം നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. വരങ്ങൾ പിൻവലിക്കപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. അദ്ദേഹം കാത്തിരുന്നെങ്കിലും ഒരു പക്ഷേ വിയർപ്പിന് ശേഷം യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ അടുത്തും വന്ന് അദ്ദേഹത്തോട് ക്ഷമിച്ച് അദ്ദേഹത്തെയും അപ്പസ്തോലന്മാരുടെ ഗണത്തിലേക്ക് മാറ്റുമെന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുക. അദ്ദേഹം കാത്തിരുന്നില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുക, ജോബിന്റെ ദീർഘക്ഷമയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടാകാം, പക്ഷെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ. ഞാൻ പറഞ്ഞു വന്ന ആശയം, ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമായിട്ട് എൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം ഉണ്ടായി. പക്ഷെ എനിക്ക് പിന്നീട് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ബെൽജിയത്തിൽ പഠിക്കാനായിട്ട് പോയി. വേണ്ടതുപോലെ എനിക്ക് പ്രാർത്ഥിക്കാനോ സുവിശേഷ വേലയിലൊന്നും ആകാനായിട്ട് പറ്റിയില്ല. ക്രമേണ എൻ്റെ സ്വഭാവത്തിന്റെ പഴയ പ്രത്യേകതകളിലൊക്കെ എന്നിലേക്ക് വരാനായിട്ട് തുടങ്ങി. ആരംഭത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ പഴയ സ്വഭാവം പതുക്കെ പതുക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം, അസൂയ, ദേഷ്യമൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും പരിശുദ്ധാത്മാവോട് നിറയാനായിട്ട് പ്രാർത്ഥിച്ചു. എന്നെ തന്നെ ഞാൻ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചു. പൗലോസ് ഈ കാര്യം വളരെ എടുത്തു പറയുന്നുണ്ട്. എനിക്ക് സൗജന്യമായി കിട്ടി, പക്ഷേ അതിൽ നിലനിൽക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ, എന്നെ തന്നെ വളരെ കാർക്കശ്യത്തോടുകൂടെ നിയന്ത്രിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ദൈവാനുഭവമൊക്കെ നമുക്ക് കിട്ടിയാലും നമ്മൾ വളരെ കാർക്കശ്യപൂർവ്വം നമ്മെ തന്നെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അതിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന 9 വരങ്ങളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. അത് പറയുന്നത് 1 ഗലാത്യർ 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യത്തിലാണ്. ഒരാത്മാവേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. പിതാവിനെ പോലെ തന്നെ ദൈവമാണ് പരിശുദ്ധാത്മാവിനെ പോലെ ദൈവമാണ് യേശുക്രിസ്തു. അവര് സത്തയിൽ ഒന്നാണ്, നമുക്കറിയാം. പക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വലിയ രഹസ്യമാണ് പരിശുദ്ധത്വം എന്ന് ഉള്ളത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ഈ രഹസ്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. തൃത്വത്തെക്കുറിച്ച് ആദ്യമായി പുസ്തകം എഴുതാനായിട്ട് ശ്രമിച്ച വ്യക്തിയാണ് വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചൊക്കെ നടന്നു. അദ്ദേഹത്തിന് ബുദ്ധിപരമായ രീതിയിൽ തൃത്വത്തെക്കുറിച്ച് പറയാനായിട്ട് പറ്റിയില്ല. അപ്പൊ അങ്ങനെ ആലോചിച്ച് നടന്ന് അദ്ദേഹം ഏതാണ്ട് ക്ഷീണിച്ച അവസ്ഥയിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദർശനം കാണുന്ന ഒരു വലിയൊരു കടൽ തീരം, ഒരു മാലാഹ ഒരു കക്ക കൊണ്ട് കടലിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വന്നൊരു ചെറിയ ഒരു ദ്വാരത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇപ്പൊ കുറെ ദിവസമായാലും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്താണ് ചെയ്യുന്നത്? മാലാഹ പറഞ്ഞു, എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഈ കടൽ മുഴുവനും ഈ കക്കായിലെ ഈ കക്ക കൊണ്ട് കോരി ഈ കുഴിയിലൊഴിച്ച് പറ്റിക്കണമെന്നുള്ളത്. അഗസ്തീനോസ് മാലാഖയുടെ മുഖത്ത് നോക്കി ചിരിച്ചു. അപ്പൊ മാലാഖ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യാൻ വിജയിച്ചാലും നീ ചിന്തിച്ചിരിക്കുന്ന കാര്യം നിനക്കൊരിക്കലും ഉത്തരം കിട്ടാൻ പോകുന്നില്ല. തൃത്വത്തില് 3 പേര്, പക്ഷെ ഒരു ദൈവമേ ഉള്ളൂ. 3 വ്യക്തികൾ, ഒരു ദൈവം. നിനക്കൊരിക്കലും ഇതിനുള്ള ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. പൗലോസ് പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ ആർക്ക് യേശുക്രിസ്തു ദൈവമാണെന്ന് പറയാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ഒരാൾക്ക് ക്രിസ്ത്യാനിയായി മാറുക എന്നുള്ള ചില ആചാരാനുഷ്ഠാനങ്ങളോട് പറ്റുകയില്ല. വേറെ ചില സംഘടനകളിലോ മതങ്ങളിലോ ഒക്കെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 5 കാര്യം 6 കാര്യം ചെയ്താൽ നിങ്ങൾ ആ മതത്തിൽ അംഗമായി മാറി. നാം ക്രിസ്തു മതത്തിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു ക്രിസ്ത്യാനിയായി മാറണമെങ്കിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് നമുക്ക് അംഗീകരിക്കാനായിട്ട്, യേശുക്രിസ്തു ദൈവമായിട്ട് അംഗീകരിക്കാനായിട്ട് നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് പറ്റുകയുമില്ല. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നൊരു കാര്യമാണ്. യേശുക്രിസ്തു പറയുന്നുണ്ട്, എൻ്റെ അത്ഭുതങ്ങൾ, ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ തീർച്ചയായും നിങ്ങളെ ചിന്തിക്കാനായിട്ട് സഹായിക്കുന്നില്ലേ? മറ്റാരും കാണിക്കാത്ത അടയാളങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ യേശുക്രിസ്തു പറയുന്നത്. അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് തുടങ്ങിയ കാര്യങ്ങൾ. എങ്കിലും
പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തരാതെ ഒരിക്കലും നമുക്ക് യേശുക്രിസ്തു കർത്താവാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. യേശുക്രിസ്തു ദൈവമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. ഒരാത്മാവ് തന്നെ നമുക്ക് 9 വരങ്ങൾ തരുന്നു. അറിവിന്റെ വചനം തരുന്നു, ജ്ഞാനത്തിന്റെ വചനം തരുന്നു, അതുപോലെ തന്നെ വിശ്വാസവരം തരുന്നു, രോഗശാന്തി വരം തരുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവ് തരുന്നു, പ്രവചിക്കാനുള്ള കഴിവ് തരുന്നു, ആത്മാക്കളെ തിരിച്ചറിയാനുള്ള കഴിവ് തരുന്നു, ഭാഷാവരം തരുന്നു, ഭാഷകളുടെ വ്യാഖ്യാനം തരുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തമായ വരങ്ങളുള്ളത്? അതിനെക്കുറിച്ച് ബൈബിള് പറയുന്നുണ്ട്. എന്തിനാണ് വ്യത്യസ്തമായ വരങ്ങളുള്ളത്? സഭയിൽ വ്യത്യസ്തമായ ശുശ്രൂഷകളുണ്ട്. എല്ലാവരും ആൾക്കാരല്ല, എല്ലാവരും പ്രസംഗിക്കുന്ന ആൾക്കാരല്ല. പ്രവചനം എന്നുള്ളതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക, ക്രിസ്തുവിന്റെ പകരക്കാരനായി സംസാരിക്കുന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ വരാൻ പോണ കാര്യങ്ങളെ കുറിച്ച് പറയും. ശരിക്കും പ്രവചന വരവെന്ന് പറഞ്ഞാൽ വരാൻ പോണ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനെയാണ്. വരവെന്ന് പറഞ്ഞാൽ ആളുകളെ പുറമേ കാണുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് വരമെന്ന് പറയുക. വ്യത്യസ്തമായ 16 ഭാഷകൾ ഞങ്ങൾ പറയുന്നത് ഇങ്ങനെ വരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ അത്ഭുതപ്പെടുത്തി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് വരമെന്ന് വിളിക്കുക. ബൈബിളിൽ പറയുന്ന ഒരു ഭാഗം നമുക്ക് കേൾക്കാം. ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകരും മറ്റുമാകാനായിട്ട് വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. അപ്പൊ പല വരങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ ഈ 9 വരങ്ങളിൽ പെടാത്ത അപ്പസ്തോലന്മാരായിരിക്കുന്ന ഒരു വരമാണ്. പ്രവാചകന്മാര് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിനകത്ത് വരും. സുവിശേഷ പ്രഘോഷകര്, ഇടയന്മാര്, പ്രബോധകന്മാർ. കത്തോലിക്കാ സഭയുടെ ഒരു പ്രത്യേകതയാണ്, കത്തോലിക്കാ സഭയിൽ പ്രാസംഗികര് മാത്രമല്ല ഉള്ളത്, രോഗശാന്തി വരക്കാര് മാത്രമല്ല ഉള്ളത്, നമുക്ക് അപ്പസ്തോലന്മാരും ഇടയന്മാരും ഒക്കെ ഉണ്ട്, പ്രബോധകന്മാരും. ഇപ്പൊ എല്ലാരും കൂടി ചേർന്ന ഒരു രീതിയെക്കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്. ചില ശുശ്രൂഷകൾ മാത്രമല്ല കത്തോലിക്കാ സഭയിൽ ഉള്ളത്, പൗരോഹിത്യ ശുശ്രൂഷയുണ്ട്. അപ്പസ്തോലന്മാരോടാണല്ലോ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യും. മാതാവും ഒക്കെ ആ സമയത്ത് ജെറുസലേമിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം. കാരണം കുരിശന്റെ വഴിയിൽ നാം അവരെ കണ്ടുമുട്ടുന്നുണ്ട്, മാതാവിനെ കണ്ടുമുട്ടും, പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ അവര് എന്ന് യേശുക്രിസ്തു ഈ അന്ത്യത്താഴ ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നില്ല. അവരോട് അപ്പസ്തോലന്മാർക്ക് ഒരു പ്രത്യേകമായ അധികാരം യേശു കൊടുക്കുകയാണ്. അപ്പൊ അപ്പസ്തോലന്മാരുടെ പ്രസക്തി സഭയിലുണ്ട്. യേശുക്രിസ്തു തൻ്റെ സഭയ്ക്ക്, തൻ്റെ കൂട്ടായ്മയ്ക്ക്, സഭയ്ക്ക് ഒരു നേതാവിനെ കൊടുക്കുന്നുണ്ട്. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ ആ സ്ഥാനം ഏൽപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ കാര്യമൊക്കെ അറിയാം. എന്തിനു വേണ്ടിയാണ് വരങ്ങളെന്ന് പറയുന്നത്? എന്തിനാണ്? അത് വിശുദ്ധരെ പരിപൂർണരാക്കാൻ വേണ്ടിയാണ്. നല്ല മനുഷ്യരെ അവരുടെ വിശുദ്ധിയിൽ കൂടുതൽ വളർത്താൻ വേണ്ടിയാണ്. അപ്പൊ വരങ്ങൾ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം നാം രോഗസൗഖ്യം നേടുക, അല്ലെങ്കിൽ ചില ഭാവി കാര്യങ്ങൾ അറിയുക, ഇതൊക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെ വിശുദ്ധിയിൽ വളർത്തുക എന്നുള്ളതാണ്. സത്യത്തിൽ നാം ഭാവി കാര്യമൊന്നും ഒത്തിരി അറിയാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം ജെറമ്യ 29:11 വായിക്കുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു നല്ല പദ്ധതിയുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. നിനക്ക് നിന്റെ മനസ്സിൽ കിട്ടിയെന്ന് വരികയില്ല, എനിക്ക് നിന്നെക്കുറിച്ചൊരു നല്ല പദ്ധതിയുണ്ട്. അപ്പൊ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നല്ല പദ്ധതി ആണുള്ളത്. നാം വിശുദ്ധിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, നാം മനഃപൂർവ്വം പാപത്തിലല്ല കഴിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പദ്ധതി നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും. അത് ക്ഷേമത്തിന്റെ പദ്ധതിയാണ്, നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പദ്ധതി ക്ഷേമത്തിൻ്റെതാണ്, അത് നല്ല പദ്ധതിയാണ്. എൻ്റെ ജീവിതത്തിൽ അത് നടക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മനഃപൂർവ്വമുള്ള പാപം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. എത്ര ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിൽ മനഃപൂർവ്വമല്ലാത്ത ചില പാപങ്ങളെ പറ്റുന്നുള്ള ഒരു ദേഷ്യമാകാം, ഒരു കുറ്റം വിധിയാകാം, അങ്ങനെയൊക്കെ വന്നിരിക്കും. അത് മനഃപൂർവ്വം ഉള്ളതല്ല. മനഃപൂർവ്വം ആലോചിച്ച് ആരെയും നാം ചതിക്കാതിരിക്കുക, അസത്യം പറയാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മനഃപൂർവ്വം മറ്റുള്ളവരെ വഞ്ചിക്കുന്നത് പോലെയുള്ള പെരുമാറ്റ രീതികൾ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാകാം, അത് മറ്റു രീതിയിലാകാം, അങ്ങനെ ഉണ്ടാകാതിരിക്കും. വിശുദ്ധരെ പരിപൂർണരാക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ശുശ്രൂഷയുടെ ജോലി ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ശുശ്രൂഷയുടെ ജോലി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വചനം പങ്കുവെക്കുന്ന ശുശ്രൂഷയ്ക്കുണ്ട്. എന്നാൽ പത്രോസ്ലീഹായൊക്കെ കാണാൻ പോകുന്ന ഒരു രംഗം ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ പറഞ്ഞു,
എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പത്രോസ്ലിയ പറയാണ്, നിങ്ങൾ പാപങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. പാപങ്ങളുടെ കാര്യത്തിൽ, ദരിദ്രരുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം. അപ്പൊ ശുശ്രൂഷയുടെ ജോലി ചെയ്യാൻ വേണ്ടി, അത് എളുപ്പമുള്ളതാക്കി മാറ്റാൻ വേണ്ടി കൂടിയുള്ളതാണ് വരങ്ങൾ. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. ദരിദ്രരായ ആളുകൾ, ചികിത്സിക്കാൻ വശമില്ലാത്ത ആളുകൾ, അവർക്കൊക്കെ അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി, രോഗശാന്തി വരം വഴി സഹായിക്കാനായിട്ട്, അല്ലെ മറ്റു പല രീതിയിൽ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് വരം. കത്തോലിക്ക സഭയില് അല്ലെ ബൈബിൾ പഠനം അനുസരിച്ച് ആശുപത്രിയിൽ പോകുന്നതോ മരുന്ന് കഴിക്കുന്നതോ ഒന്നും തെറ്റല്ലെന്ന് നമുക്കറിയാം. പ്രഭാഷകൻ 38 കാര്യം വളരെ വ്യക്തമായി പറയുന്നു. പലപ്പോഴും പലരുടെയും ചിന്തയാണ്, രോഗിയായ ഈ വ്യക്തി എങ്ങനെയാണ് മറ്റൊരു രോഗിയെ സൗഖ്യപ്പെടുത്തുന്നതെന്നൊക്കെ പറയാറുണ്ട്. യേശുക്രിസ്തു കുരിശില് കിടക്കുന്ന അവസരത്തിൽ ആണ് ഏറ്റവും ശക്തനെന്ന് നമുക്കറിയാൻ പറ്റും. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു. മുറിവേറ്റ യേശുവാണ് നമ്മെ സൗഖ്യപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നീ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ നിന്നെ ഞാൻ വിശ്വസിക്കാമെന്ന് യേശുക്രിസ്തുവിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും, ഈ വ്യക്തി രോഗിയായപ്പോഴത്തേക്കും കണ്ണാശുപത്രിയിൽ പോയി കണ്ണ് ചികിത്സിച്ചു, ഹൃദയം ചികിത്സിച്ചു, മറ്റു രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന വ്യക്തി എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോയത്? കത്തോലിക്ക സഭയുടെ പഠനം അനുസരിച്ച് രോഗശാന്തി വരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വന്തം ശക്തി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അയാൾ ഒരു കിടപ്പ് രോഗിയായിരിക്കാം, അത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഒരുപക്ഷെ ശക്തിയില്ലായിരിക്കും. പക്ഷെ അയാൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവാണ് സൗഖ്യപ്പെടുത്തുന്നത്, ആ വ്യക്തിയല്ല സൗഖ്യപ്പെടുത്തുന്നത്. അത് കാണിക്കാൻ വേണ്ടി തന്നെ വലിയ രോഗശാന്തി ശുശ്രൂഷകർ പലരും രോഗികളായിരുന്നു. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള്, ശാരീരികമായ എന്തോ ഒരു വൈകല്യം ആണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് മാറിക്കിട്ടാനായിട്ട് ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറഞ്ഞു. ആ കൃപയോടുകൂടെ വൈകല്യം, ശാരീരികമായ വൈകല്യമാകാം, ബുദ്ധിമുട്ടാകാം, രോഗമാകാം, അതോടുകൂടി അദ്ദേഹം യാത്ര ചെയ്യുന്നു, പ്രസംഗിക്കുന്നു, ധാരാളം പേര് യേശുക്രിസ്തുവിനെ അറിയാൻ ഇടയായി തീരുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്താൻ വേണ്ടിയാണ് വരം നമുക്ക് തരുന്നത്. നമ്മുടെ സ്വന്തം ശരീരത്തെ പണിതുയർത്താൻ വേണ്ടിയല്ല, നമ്മുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്താൻ വേണ്ടി. പൗരോഹിത്യം ഒരു വരമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ നമ്മുടെ ഈ 9 വരത്തിൽപ്പെട്ട ഒരു വരമല്ലെങ്കിലും അതൊരു വരമാണ്. കാരണം അപ്പസ്തോലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷ ഇടയന്മാര്, പ്രബോധകന്മാർ എന്നൊക്കെ പറഞ്ഞ് വരത്തിന്റെ വേറെ പട്ടിക കൂടിയുണ്ട്. അപ്പൊ അതൊരു സ്വന്തം ശരീരത്തെ പണിതുയർത്താൻ വേണ്ടിയുള്ളതല്ല. പൗരോഹിത്യം ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്താൻ വേണ്ടി ഉള്ളത് ആണ്. ആ രീതിയിലൊക്കെയാണ് നമ്മൾ ബ്രഹ്മചര്യം തുടങ്ങിയ വ്രതങ്ങളെയൊക്കെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്താൻ വേണ്ടിയുള്ളതാണത്. എന്തിനു വേണ്ടിയാണത്? വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ എല്ലാവരും എത്തിച്ചേരാൻ വേണ്ടിയാണ്. നമുക്ക് ജ്ഞാനമുണ്ട്, പക്ഷേ ഈ വരങ്ങൾ ഉപയോഗിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ജ്ഞാനത്തിൽ എത്തിച്ചേരാനായിട്ട് വരും. കുറച്ചും കൂടി വ്യക്തതയുള്ള ഒരു ജ്ഞാനം എൻ്റെ ജീവിതത്തിൽ. എനിക്ക് ദൈവസ്നേഹമാണെന്ന് എനിക്കറിയാം, യേശു കർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ അനുഭവത്തോടു കൂടി അതെല്ലാം കുറച്ചും കൂടി തീക്ഷ്ണമായി മാറുകയാണ്. എനിക്കത് കുറച്ചും കൂടി വ്യക്തതയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അതിനുശേഷം എൻ്റെ പ്രസംഗത്തിലൊക്കെ മാറ്റം വന്നു. പള്ളിയിൽ പോയി പ്രസംഗിക്കുന്ന അവസരത്തിൽ എനിക്കറിയാം ഞാൻ പറയുന്ന കാര്യങ്ങൾ വെറുതെ വാക്കുകളല്ല, അതിൻ്റെ ഉള്ളില് ഒരു പ്രത്യേക ശക്തി ഒളിച്ചിരിപ്പുണ്ട്. ആ ശക്തി ആൾക്കാരെ തൊട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അത് രോഗസൗഖ്യമായിട്ട് വരും, മാനസാന്തരമായിട്ട് മാറും. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് വാക്കുകളോടുകൂടെ മാത്രമല്ല, ശക്തിയോടുകൂടെയാണ് എന്നത് എനിക്ക് ആ അനുഭവത്തോടുകൂടെ മനസ്സിലായി. ഭാഷാപരത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് വിശുദ്ധന്മാരിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. വിശുദ്ധ അന്തോനീസ് മിക്കവാറും എല്ലാ വരങ്ങളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. രോഗസൗഖ്യത്തിന്റെ വരം, അത്ഭുത പ്രവർത്തന വരം ഒക്കെ. ഭാഷാപരം ഉള്ള വിശുദ്ധന്മാരുണ്ടായിരുന്നു. വിശുദ്ധന്മാരുടെ എല്ലാ പഠനങ്ങളും അതേപടി കത്തോലിക്ക സഭ സ്വീകരിക്കുന്നതിൽ ഉദാഹരണത്തിന് വിശുദ്ധ ആഗസ്തീനോസ് ഒരിക്കൽ പറയുന്നുണ്ട്, ഭാഷാപരത്തിന്റെ പ്രവർത്തനം അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തോടുകൂടി നിന്നുപോയെന്ന് പറയുന്നു. അഗസ്തീനോസ് ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പഠനം കത്തോലിക്ക സഭ അംഗീകരിക്കുന്നില്ല. കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ പഠനം അനുസരിച്ച്, വേദപാഠ പുസ്തകം അനുസരിച്ച്, വേദപാഠ പുസ്തകത്തിൽ കത്തോലിക്ക സഭയുടെ വേദപാഠ പുസ്തകം 2003 വരങ്ങളെ കുറിച്ച് പറയുന്നു. വരങ്ങൾ ഉള്ള വിശുദ്ധരെ കുറിച്ച്, വരങ്ങളുള്ള ആളുകളെ കുറിച്ച്, വരങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. 1 പത്രോസ് 4-ാം അധ്യായത്തില് നിങ്ങൾ വരങ്ങൾ ഉത്തമ കാര്യസ്ഥനെ പോലെ വേണം വരം ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾ ഉത്തമരായിരിക്കും, നിങ്ങൾ വിശുദ്ധിയോട് കൂടെ വേണം ഉപയോഗിക്കാനായിട്ട്. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്, മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി വരങ്ങൾ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വരം പിൻവലിക്കപ്പെടുന്നില്ല എങ്കിലും നിങ്ങൾ പലപ്പോഴും പല അബദ്ധങ്ങളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ആ വരങ്ങൾ വഴി നിങ്ങൾക്ക് ആത്മീയമായി വളരാനായിട്ട് പറ്റുകയില്ല, മറ്റുള്ളവർക്കും ആത്മീയമായി വളരാനായിട്ട് പറ്റാത്ത അവസ്ഥയുണ്ടാകും.
പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതി, നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാനായിട്ട് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എൻ്റെയും വിശ്വാസം അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടുമല്ലോ. പരസ്പരം വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് വരങ്ങളുടെ ഉപയോഗം. ഒരു വരങ്ങളുള്ള ഒരു സമൂഹം ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വരങ്ങളുടെ പ്രകടനം ഉണ്ടാകുന്നു. അവർക്ക് പരസ്പരം അവരുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റും. സഭയിലെ വരങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ഇങ്ങനെയുള്ള വരങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ ചില വരങ്ങൾ സഭാശ്രേഷ്ഠന്മാരുടെ കയ്യൊപ്പുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് എന്നൊക്കെ 1 തിമോത്തി 4:13 നാം വായിക്കുന്നുണ്ട്. അപ്പൊ 2 തരം വരങ്ങളുണ്ട്. ഒന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുമ്പോഴേ കിട്ടുന്ന 9 വരങ്ങള്, മറ്റൊന്ന് സഭാശ്രേഷ്ഠന്മാരുടെ കൂടെ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ കയ്യൊപ്പ് വഴി കിട്ടുന്ന വരങ്ങളുണ്ട്. ഇടയന്മാർ, അപ്പസ്തോലന്മാർ തുടങ്ങിയ അല്ലെങ്കിൽ പ്രത്യേക പ്രബോധകന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ചില വരങ്ങളുണ്ട്. ഇങ്ങനെ വരങ്ങളെ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. വരമുള്ള ആളുകൾ തീർച്ചയായും ഉള്ളവരായിരിക്കും. അപ്പസ്തോല പ്രവർത്തനം 16:16 പറയുന്നുണ്ട്, വളരെ സൂക്ഷിക്കണം, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ പോലെ തന്നെ കള്ള വരങ്ങൾ ഉണ്ട്. അപ്പസ്തോല പ്രവർത്തനം 16:16 അശുദ്ധാത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടി ഭാവി കാര്യം പറയുന്നതിനെ കുറിച്ച് അവൾ പ്രവചിക്കുകയാണ്. വരാൻ പോണ കാര്യങ്ങളെ കുറിച്ചാണ് പറയുക. അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ അതവൾ പറയുന്നത് ദൈവാത്മാവിന്റെ ശക്തി കൊണ്ടല്ല. അതുകൊണ്ട് പൗലോസിന് അത് മനസ്സിലായി. പൗലോസിനെ കുറിച്ച് അവൾ പറയുന്നുണ്ട്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണെന്ന് പറയുന്നത് പറഞ്ഞത് ശരിയാണ്. പക്ഷേ പിശാചിനെ കൂട്ടുപിടിച്ച് സുവിശേഷ വേല വേണ്ട എന്ന് പൗലോസ്ലീഹ തീരുമാനിക്കുകയാണ്. അവളിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോകാനായിട്ട് പറഞ്ഞപ്പോൾ അടിമ പെൺകുട്ടിയിൽ നിന്ന് പിശാച് വിട്ടു. അതിന് പിശാചിനെ ബഹിഷ്കരിക്കുന്ന വരമാണ്. അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി, ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അവിടെ വെച്ചൊരു അത്ഭുതകരമായ അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ പിശാച് പോലും പ്രഭാപൂർണനായ മാലാഹിയായി പ്രത്യക്ഷപ്പെടാറുണ്ടല്ലോ. വരങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നാം ഒരു കാര്യം മറന്നു പോകരുത്. വരങ്ങളെക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫലങ്ങളാണ്. ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള മാർഗം ഫലമാണ്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാനായിട്ട് പറ്റും. പിശാചിന് പോലും വേണമെങ്കിൽ പ്രഭാപൂർണനായ മാലാഖിയായിട്ട് പ്രത്യക്ഷപ്പെടാനായിട്ട് പറ്റും, വേഷം കെട്ടാനായിട്ട് പറ്റും. 2 കൊരിന്ത്യർ 11:14 നാം വായിക്കുകയാണ്. വരമുള്ള ആളുകൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. പ്രഭാഷകൻ 2:1 നീ വരമുള്ള വ്യക്തിയാണോ, സുവിശേഷ വേല ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ, നീ പ്രലോഭനങ്ങൾ നേരിടാനായിട്ട് ഒരുങ്ങിക്കൊള്ളണം. അല്ലെങ്കിൽ നിനക്കതൊന്നും ശരിക്കും ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല. വരമുള്ള ആളുകൾ ശ്രേഷ്ഠന്മാരുടെ, കത്തോലിക്കാ സഭയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ ശ്രേഷ്ഠന്മാരുടെ, മെത്രാന്മാരുടെ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദേഴ്സിന്റെ നിർദ്ദേശത്തിൽ വേണം അത് ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ പിശാചിനും വ്യാജവരങ്ങൾ വഴി നമ്മുടെ തോന്നലുകൾ ചിലപ്പോൾ വരങ്ങളാണെന്ന് പറഞ്ഞ് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ, അറിവിന്റെ വചനം, ജ്ഞാനവചനം തുടങ്ങിയ കാര്യങ്ങൾ, അത്ഭുത പ്രവർത്തനവർ, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അറിവിന്റെ വചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടല്ലാതെ ചില അറിവ് ദൈവം നമുക്ക് തരികയാണ്. ഒരു വ്യക്തിയെ കുറിച്ചാകാം. ശമറിയാക്കാരിയെ കുറിച്ച് നാം ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ. യേശുക്രിസ്തു ആലോചിച്ച് പറയുന്നതല്ല, അവളുടെ കഴിഞ്ഞകാല ജീവിതത്തെ കുറിച്ച് പറയുകയാണ്. അത് അവളുടെ മാനസാന്തരം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ. വിയാനി പുണ്യവാളൻ അതുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കാനായി വരുന്ന ആളുകളെ ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ വിട്ടുപോയാൽ അദ്ദേഹത്തിന് ദർശനം വഴി അല്ലെങ്കിൽ ദൈവാത്മാവ് അത് കാണിച്ചു കൊടുക്കുമായിരുന്നു. അദ്ദേഹം അത് പറയുമ്പോൾ ആളുകൾക്ക് ഞാനത് മറന്നുപോയി, എനിക്കത് ഓർക്കാനായി പറ്റി, അവർക്ക് സന്തോഷമായി, അവരത് ഏറ്റുപറഞ്ഞ് അങ്ങനെ കുമ്പസാരിക്കാനായിട്ട് അദ്ദേഹം അവരെ സഹായിക്കുമായിരുന്നു. അതുകൊണ്ട് ധാരാളം പേര് അദ്ദേഹത്തിന്റെ അടുത്ത് കുമ്പസാരിക്കാനായിട്ട് വരുമെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഇതുപോലെ അറിവിന്റെ വചനം വഴി പരിശുദ്ധാത്മാവിന് നമ്മെ നയിക്കാനായിട്ട് പറ്റും. എനിക്ക് അനുവദിച്ച സമയം തുടങ്ങിയപ്പോൾ ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. ഇപ്പോ 9:30 ആകുന്നു. ഹലോ, എന്നെ കേൾക്കാമോ? കേൾക്കാം അച്ഛാ, കേൾക്കാം. നിർത്തേണ്ട സമയമായില്ലേ? 5 മിനിറ്റ് കൂടെ കണ്ടിന്യൂ ചെയ്യാൻ നല്ലതായിരിക്കും അച്ഛാ. 5 മിനിറ്റ് കൂടി ഞാൻ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഈ വരങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ വരമാണ് അറിവിന്റെ വചനം, വിവേകത്തിന്റെ വചനം. പത്രോസ് ശ്ലീഹായോട് പറയുന്നുണ്ട്, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിക്കും. പത്രോസിന് പോലും അറിയാൻ പാടുള്ളൊരു കാര്യമാണത്. അത് മത്തായിയുടെ സുവിശേഷം 24:34 നാം വായിക്കുന്നു. അദ്ദേഹത്തിന് പോലും അറിയാം. അദ്ദേഹം പറഞ്ഞ് അങ്ങ് ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയും. പക്ഷെ അതാണ് സംഭവിക്കുക. അപ്പൊ യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തുവിന് വരമുണ്ടായിരുന്നു. ഈ വരം ഇക്കാലത്തും ധാരാളം പേർക്ക് ഉണ്ട്.
ധാരാളം പേര് അവരുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾ, വ്യക്തിപരമായി സംസാരിക്കുന്ന ആളുകൾ, അല്ല ഫോണിലൂടെ സംസാരിക്കുന്ന അവസരത്തിൽ നല്ല നല്ല ശുശ്രൂഷകർ, വരമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, ഭാവി കാര്യം അറിയാൻ വേണ്ടി ഒത്തിരി നാം അങ്ങനെ വ്യഗ്രതയുള്ളവരാകേണ്ട ആവശ്യമില്ല. പലപ്പോഴും കൗൺസിലിങ്ങിന്റെ അവസരത്തിൽ ഭാവി കാര്യം അറിയാനായിട്ട് നാം അങ്ങനെ പോകാറുണ്ട്. പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും കാര്യം പറയുകയാണ്, പ്രത്യേകിച്ച് അത് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകളെ കുറിച്ചായിരിക്കും മിക്കവാറും സൂചന തരാൻ സാധ്യതയില്ല. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റിനെ കുറിച്ചാണ് പറയുക. പത്രോസ്ലീഹ അത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് ഉപേക്ഷിക്കാനായിട്ട് പറ്റിയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏതായാലും യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. പത്രോസിന് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം യേശുക്രിസ്തു തന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിൽ ആ വാക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. യേശുക്രിസ്തു അത് മുൻകൂട്ടി പറയുകയാണ്. അതുപോലെ സിനഗോഗ് അധികാരിയുടെ മകൾ മരിച്ചുപോയ കാര്യം പറയുന്നുണ്ട് യേശുവിന്റെ അടുത്ത് വന്ന്. ലൂക്കായുടെ സുവിശേഷം 8:50 നാം വായിക്കുന്നുണ്ട്. യേശു പറഞ്ഞ്, ഭയപ്പെടേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി, അവൾ സുഖം പ്രാപിക്കും. അപ്പൊ യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു അവൾ സുഖം പ്രാപിക്കും എന്നുള്ള കാര്യം അറിയാമായിരുന്നു. അതുപോലെ തന്നെ സമറിയക്കാരി സ്ത്രീയുടെ കാര്യം ഞാൻ പറഞ്ഞു, യോഹന്നാൻ 4:29 പറയുന്നുണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും ഒരാളുണ്ട്, അവരാരും നിന്റെ ഭർത്താവ്. അത് അവരെ അത്ഭുതപ്പെടുത്തുകയാണ്. പിന്നീട് അവൾ പറയുന്നു, നീ ഒരു പ്രവാചകനാണ്. പിന്നെ യേശു അവളോടാണ് താൻ രക്ഷകനാണെന്ന് ഒക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ അടുത്ത് ആരെങ്കിലും പറ്റിക്കാനായിട്ട് വരികയാണെങ്കിൽ യേശുക്രിസ്തു മനസ്സിലാക്കാനായിട്ട് പറ്റുമായിരുന്നു. അതുകൊണ്ടാണല്ലോ യേശു പലപ്പോഴും പല കെണികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷം 22:17 വായിക്കുന്നുണ്ട്, സീസറിന് നീതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ, കൊടുക്കണോ വേണ്ടത് ചോദിച്ചിട്ട് വരികയാണ്. യേശുവിന് അറിവിന്റെ വചനത്തെ മനസ്സിലാക്കി ഇത് ഇവർ തട്ടിപ്പാണ്, ഉത്തരം കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന ചോദ്യമല്ല. ആ ജനക്കൂട്ടത്തിൽ 2 തരം ആൾക്കാരുണ്ട്. ഒന്ന് സീസറിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്, റോമിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. അവിടുത്തെ പട്ടാളക്കാര്, ജോലിക്കാര്, നീതി പിരിവുകാരൊക്കെ അതിൽപ്പെടും. എന്നാൽ വേറെ ചില ആളുകൾ തീവ്രവാദികളാണ്, തീഷ്ണവതികളാണ്. അവര് റോമിനെ എതിർക്കുന്ന ആൾക്കാരാണ്. അപ്പൊ 2 കൂട്ടർക്കും പ്രശ്നം ഉണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്. യേശു പറഞ്ഞ കപടനാട്യക്കാര്, നിങ്ങൾ എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത്? നിങ്ങൾ ഉത്തരം കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്നതല്ലല്ലോ. അത് അറിവിന്റെ വചനമാണ്. പിന്നീട് ജ്ഞാനവചനം യേശു പറയുകയാണ്. ഇത് ഇന്നും വളരെ പ്രസക്തിയുള്ള ഒരു ജ്ഞാനവചനം തന്നെയാണ്. ദൈവത്തിൻ്റെത് ദൈവത്തിനും സീസറിൻ്റെത് സീസറിനും കൊടുത്തേക്കുക. ഇപ്പൊ യേശുക്രിസ്തു അതിന് കൊടുക്കാനും പറയുന്നില്ല, കൊടുക്കേണ്ടതും പറയുന്നില്ല. ഇത് തന്നെയാണ് ജ്ഞാനവചനം എന്ന് പറയുന്നത്. അറിവിന്റെ വചനം വഴി നമുക്കൊരു പ്രശ്നം മനസ്സിലാക്കി, ഇത് ഉത്തരത്തിന് വേണ്ടി വന്നിരിക്കുന്നതല്ല, എന്തുത്തരം പറഞ്ഞാലും ഇവിടെ പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് അവർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്, നമ്മൾ കപടനാട്യക്കാരാണ്. എന്നിട്ട് യേശുക്രിസ്തു ജ്ഞാനവചനം വഴി ആ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയാണ്. ഇങ്ങനെ ജ്ഞാനവചനത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ. ഇപ്പൊ അറിവിന്റെ വചനവും ജ്ഞാനവചനവുമായിട്ട് വ്യത്യാസമുണ്ട്. അറിവിന്റെ വചനം അറിവ് പറയുന്ന വചനമാണ്. ഇവര് സൂത്രക്കാരാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു കാര്യം, അതെല്ലാം പറഞ്ഞ് ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ശുശ്രൂഷയിൽ ശ്രദ്ധാലുക്കളാകാനായിട്ട് സഹായിക്കുന്നതാണ് അറിവിന്റെ വചനം. എന്നാൽ ജ്ഞാനവചനം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തരുന്ന ഒരു വാക്കാണ്, ഒരു സെന്റൻസ് ആണ്. അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പ്രശ്നം ഗമാലിയേൽ യേശുക്രിസ്തു പത്രോസിനെയും ഒക്കെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന്, അദ്ദേഹം സെൻഗേദ്രിനിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നമ്മളവരെ കൊല്ലാനും മറ്റൊന്നും പോകേണ്ട, ഇതിനു മുമ്പ് ഇങ്ങനെ പല ആൾക്കാരും വന്നിട്ടുണ്ട്, യുവദാസ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, അതൊക്കെ തന്നെത്താൻ അങ്ങ് കെട്ടടങ്ങിപ്പോയി. ദൈവത്തിൽ നിന്നല്ലെങ്കിൽ ഇതൊക്കെ കെട്ടടങ്ങിപ്പോക്കോളും. ദൈവത്തിൽ നിന്നാണ്, നമ്മളിപ്പോ തടസ്സപ്പെടുത്തിയിട്ടും കാര്യമില്ല, അത് വളർന്നു വരും. ഇത് കേട്ടതോടുകൂടി അവിടെ വളരെ ശാന്തതയാകുകയാണ്. പത്രോസിനെയും കൂട്ടുകാരെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഇങ്ങനെയുള്ള ചില വചനങ്ങളാണ്. ഗമാലിയേല് ഒരു ആ യഹൂദ പ്രമാണിയാണ്, പക്ഷെ അദ്ദേഹത്തിലൂടെ ദൈവം അവിടെ ഇടപെടുകയാണ്. അപ്പൊ ഈ രീതിയിലുള്ള വചനങ്ങളെ നമുക്ക് ജ്ഞാനവചനമെന്ന് വിളിക്കാനായിട്ട് പറ്റും. അകലെ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് ജ്ഞാനവചനം വഴി കിട്ടും. വളരെ അകലെ നടക്കുന്ന കാര്യങ്ങൾ. അതിനൊരു നല്ലൊരു ഉദാഹരണമാണ് സാധകന്റെ സഞ്ചാരം എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ഒരു ഹൈന്ദവ സന്യാസിയാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു അന്ധനെ കുറിച്ച് പറയുന്നുണ്ട്. സാധകന്റെ കൂടെ നടക്കുന്ന ഒരു അന്ധനാണ്. വളരെ 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 പ്രശസ്തമായ ഒരു പുസ്തകമാണ് സാധകന്റെ സഞ്ചാരം. ആ അന്ധനെ കുറിച്ച് പറയുന്നുണ്ട്. ആ അന്ധന് വളരെ അകലെ നടക്കുന്ന കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഇന്നലെ വിശ്രമിച്ച ആ പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയുടെ മേൽക്കൂരയ്ക്ക് തീ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അവർ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അത് ആ സമയത്ത് അദ്ദേഹം ആ കാണുന്ന സമയത്ത് തന്നെ സംഭവിച്ചിരുന്നു എന്നുള്ള കാര്യം. ഇങ്ങനെ അപ്പസ്തോലന്മാർക്ക് മാത്രമല്ല, യേശുവിന്റെ ശിഷ്യന്മാർക്ക്, അത് 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, പിന്നീട് ഉള്ള ശിഷ്യന്മാര്
ഇപ്പോഴുള്ള ശിഷ്യന്മാർ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകള്, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം ഈ വരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പലർക്കും പല വരങ്ങളാകാം, ചിലർക്ക് എല്ലാ വരങ്ങളും ഉണ്ടാകാം. അങ്ങനെ ലഭിക്കുന്നതായി കാണാനായിട്ട് പറ്റും. എന്തിനാണ് നമ്മൾ വരങ്ങളെ കുറിച്ച് പഠിക്കുക? നമ്മളൊരു ഭൂമിയെക്കുറിച്ച് പഠിച്ചപ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലായ, ഭൂമിയുടെ അടിയിൽ എണ്ണയുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളത് എണ്ണ ഖനനം ചെയ്യാനായിട്ട് തുടങ്ങുന്നു, എണ്ണ കിട്ടുന്നു, പ്രകൃതിവാതകം കിട്ടുന്നു. ഇതുപോലെ ഈ നമ്മൾ എന്തൊക്കെയാണ് ഉള്ളത്, ദൈവം എന്തൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്ന കഴിവുകൾ, സാധ്യതകൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ വരങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അത് നമ്മൾ ലഭിക്കണമെങ്കിൽ അത് ദാനമായിട്ടാണ് ലഭിക്കുന്നത്. നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രം കിട്ടുകയില്ല. പക്ഷേ നമ്മുടെ അധ്വാനവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല. ഇപ്പൊ ക്രിസ്തുമതം ദൈവത്തിന്റെ ദാനങ്ങൾക്ക്, കൃപയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധ്വാനത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ് ക്രിസ്തുമതം. പൗലോസിക പറഞ്ഞു, എനിക്ക് സൗജന്യമായി ലഭിച്ചു, പക്ഷെ നിലനിൽക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വളരെ കാർക്കശ്യപൂർവ്വം നിയന്ത്രിക്കുന്നു, പരിശീലിപ്പിക്കുന്നു. ഇപ്പൊ ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് മെച്ചമുണ്ട്. നമ്മുടെ ജീവിത രീതി, നാം ചെയ്യുന്ന കാര്യങ്ങള്, സംസാരിക്കുന്ന കാര്യങ്ങള്, ഇതൊക്കെ മനഃപൂർവ്വം നാം ക്രമപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനൊക്കെ ഒരു ക്രമം ഉണ്ടാക്കുന്നു. വരങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രാവിലെയും മറ്റുമൊക്കെ കുറച്ചു നേരം 10-15 അരമണിക്കൂറോ ഒക്കെ ശാന്തതയിൽ പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, സ്തുതിപ്പിലായിരിക്കുന്നു. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് അത് കുറേം കൂടി മൗനമായ പ്രാർത്ഥനയായിട്ട് മാറുന്നു. ഏകാന്തതയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നൊക്കെ അകന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയായിരിക്കണമെന്നില്ല. മനസ്സിന്റെ ഏകാന്തത, അത് നമുക്ക് എവിടെയും ഏകാന്തത സമ്പാദിക്കാനായിട്ട് പറ്റും, ഏകാന്തതയിലായിരിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ആ രീതിയിൽ നമുക്ക് പരിശുദ്ധാത്മാവിൽ വളരാനും വരങ്ങളിൽ വളരാനും ഒക്കെ സാധിക്കും. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കൂടെ കുറച്ചു നേരം ആയിരിക്കാൻ, വചനം പങ്കുവയ്ക്കാനൊക്കെ സാധിച്ചതിൽ സന്തോഷം. നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയോടുകൂടെ ഈ സുവിശേഷം പങ്കുവയ്ക്കല് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, ഇന്ന് ഇപ്പോൾ ഈ ഓൺലൈനിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ആരാധനയിലായിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓരോ ദിവസവും ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിശുദ്ധാത്മാവിന്റെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ട്. മാമോദീസായിലൂടെ അതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അങ്ങനെ പഠിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും എല്ലാവരും വളരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അത് മാത്രമല്ല, ഉള്ള വരങ്ങൾ ഉപയോഗിക്കാനുള്ള ശുശ്രൂഷയുടെ സാഹചര്യങ്ങളും കൂടി ഞങ്ങൾക്ക് തരണമേ. വരമുള്ള ധാരാളം പേര് അവരുടെ അനുദിന ജീവിതത്തില്, ജീവിത സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ധാരാളം പേരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയായി തീരട്ടെ. ഞാൻ ഇപ്പോഴായിരിക്കുന്ന ധ്യാന കേന്ദ്രത്തെ, ഇപ്പോൾ വെൽഫെയർ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ ചൊവ്വാഴ്ചകളിലും അവിടെയുള്ള ധ്യാന പരിപാടികളെ ആശീർവദിക്കണമേ. ഈ സഹോദരി സഹോദരന്മാരോട് ചേർന്ന് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.